നമസ്കാരം എല്ലാവർക്കും മല്ലു ടോക്സ് ആർസണലിന്റെ പുതിയൊരു മാച്ച് റിവ്യൂയിലേക്ക് സ്വാഗതം. യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആർസണൽ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ചാമ്പ്യൻസ് ലീഗ് പോരാട്ടത്തെ കുറിച്ചായിരിക്കും. ആൻഡ് യെസ്, ഈ വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടി തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ കുറിച്ച് പരിഗണിക്കുക. വി ആർ വെരി ക്ലോസ് ടു 2000 സബ്സ്ക്രൈബേഴ്സ്. അപ്പം നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ അത് പറഞ്ഞ തന്നെ നമുക്ക് ഇന്നലത്തെ ചാമ്പ്യൻസ് ലീഗ് ക്ലാഷ്, വൺ ഓഫ് ദി ചാമ്പ്യൻസ് ലീഗ് ക്ലാഷ് എന്ന് പറയാൻ പറ്റുന്ന ആർസണൽ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ എന്താ പറയാ പ്രീ മാച്ച് ബിൽഡപ്പ്, ഈ ഗെയിമിന്റെ പ്രീ മാച്ച് ബിൽഡപ്പ് എന്ന് പറഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ബിൽഡപ്പ് ആയിരുന്നു. ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ടെററിസ്റ്റ് ഫുട്ബോൾ, ടെററിസ്റ്റ് ഡാബി, അല്ലെങ്കിൽ ഹറാം ബോൾ ഡാബി എന്നുള്ള ഒരു ടാഗ് ലൈനോട് കൂടിയായിരുന്നു. വളരെ വളരെ രണ്ട് സ്ട്രോങ്, ഡിഫെൻസീവ്ലി സ്ട്രോങ് ആയിട്ടുള്ള, രണ്ട് സ്റ്റബേൺ ആയിട്ടുള്ള രണ്ട് ടീംസ് തമ്മിലുള്ള ഒരു മത്സരമായിരുന്നു ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടിയത് മറ്റൊരു ആർസണൽ ഫാൻസിനെ സംബന്ധിച്ച് തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. ആർസണലിന്റെ ഭാഗത്ത് നിന്ന്, അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ടൈപ്പ് ഓഫ് പെർഫോമൻസ് അല്ല അത്ലറ്റിക്കോ ഇന്നലെ കാഴ്ചവെച്ചിരുന്നത്. പക്ഷെ എന്തായാലും നമുക്കതിലേക്ക് മാച്ചിനെ കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് തന്നെ തുടങ്ങാം. കാരണം അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ കാര്യത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ഒന്നും പറയാനില്ല. ബേസിക്കലി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഡിയോഗോ സിമിയോണി, നമ്മൾ എന്താ പറയാ, ഒരു ഡിയോഗോ സിമിയോണിയായിട്ട് നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യുന്ന കുറച്ച് വാക്കുകളാണ് ടാക്ടിക്കൽ, കോമ്പാക്ട്നെസ് എന്ന് പറയുന്ന ഒരു വാക്കാണ് ശരിക്കും പറഞ്ഞ ഡിയോഗോ സിമിയോണിയാണ്. നമുക്ക് പറയാൻ പറ്റും ഒരു പെപ് ഗാർഡിയോളയുടെയും ജിയോഗൻ ക്ലോപ്പിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലും വളരെ സ്റ്റബൺ ആയിട്ടും വളരെ കോമ്പാക്ട് ആയിട്ടും കളിച്ചുകൊണ്ടിരുന്ന ടീമായിരുന്നു അത്ലറ്റിക്കോ മാഡ്രിഡ്. ഡിയോഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആ ഒരു എറ എന്ന് തന്നെ പറയാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടത്, നമ്മൾ കണ്ട അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഒരു മേ ബി ഒരു 40% പോലും ഇന്നലെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ളതിൽ ആസ് എ ന്യൂട്രൽ ഫാൻ ഈ മാച്ച് കണ്ടിരുന്നുണ്ടെങ്കിൽ സോറി, ഇങ്ങനെ ന്യൂട്രൽ ഫാനെ സംബന്ധിച്ച് ഈ ഒരു മാച്ച് ഒരു ബോർഫെസ്റ്റ് ആവാൻ തന്നെയാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ ദേ എക്സ്പെക്ടഡ് സം കൈൻഡ് ഓഫ് ഒരു ഈക്വൽ ബാറ്റിൽ. പക്ഷെ സ്റ്റോറി വാസ് കംപ്ലീറ്റ്ലി ഒരു റിവേഴ്സ് കാർഡ് പോലെ ആയിപ്പോയി. ഫസ്റ്റ് ഹാഫിലേക്ക് ആ ഒരു ഫസ്റ്റ് ഹാഫ് മാത്രമാണ് നമുക്ക് അറ്റ്ലീസ്റ്റ് പറയാൻ പറ്റുന്നത് ബോത്ത് ടീംസ് വെയർ ഓൺ ഈച്ച് അതർ എന്ന് വേണമെങ്കിൽ പറയാം. അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് ചാൻസുകളൊന്നും ക്രിയേറ്റ് ചെയ്യുന്നില്ല. ബട്ട് അത്ലറ്റിക്കോ ഫസ്റ്റ് കുറച്ച് ഓപ്പൺ ആയിരുന്നു. ആ ഓപ്പൺ ആയിരുന്ന ടൈമിൽ ആർസണൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ഒരു എസയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു, ഡിഫ്ലക്ട് ചെയ്ത് പോസ്റ്റിൽ തട്ടി. ടെക്ലൻ റൈസിന്റെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഒരു 4th മിനിറ്റിൽ തന്നെ ഫസ്റ്റ് ഹാഫിൽ വന്നിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ടെക്ലൻ റൈസ് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ ഉടനെ എനിക്ക് ഫസ്റ്റ് ഹാഫിൽ തന്നെയാണ് എന്റെ ഓർമ്മ, റായയുടെ കുറച്ച് ആന്റിക്സ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നിയ കാര്യം എന്ന് പറഞ്ഞാൽ റായ വളരെയധികം ബോറായിട്ട് നിൽക്കുന്ന ഒരു സമയത്ത് ചെയ്യുന്ന കുറച്ച് പരിപാടികളാണിത്. നമ്മള് ന്യൂ ഇയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, മാനുവൽ ന്യൂയറിന്റെ ഇതേപോലത്തെ ആന്റി. അങ്ങനത്തെ ഒരു സ്റ്റൈൽ ഓഫ് ഒരു ഗെയിമിൽ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി റായ ലെഫ്റ്റ് കോർണർ സൈഡിന്റെ അങ്ങോട്ട് ചെന്നിട്ട് ചെറുതായിട്ട് എന്തൊക്കെയോ മെസ്സപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ ഫോർച്ചുനേറ്റ്ലി ഫോർ ആർസണൽ അത് അൽവാരസിന്റെ ബോൾ കിട്ടി. ബട്ട് ഐ ഡോണ്ട് നോ എന്തുകൊണ്ട് അൽവാരസ് അത് ഫിനിഷ് ചെയ്തില്ല, അത് പ്ലേസ് ചെയ്തില്ല എന്നുള്ളതായിരുന്നു എനിക്കൊരു പിടിയില്ല. കാരണം ദാറ്റ് വാസ് എൻ ഓപ്പൺ പോസ്റ്റ്, അത് ഡിഫെൻഡ് ചെയ്യാനേ പറ്റില്ല. ബട്ട് ദാറ്റ് വാസ് a bit more wide of the post. അതുകൊണ്ട് ആർസണൽ ദേ ആർ ലക്കി ഇൻ ദാറ്റ്. ആ ഒരു ഫേസ് ഓഫ് പ്ലേയില് ആർസണൽ കുറച്ച് ലക്കി ആയിരുന്നു. പിന്നീട് ഫസ്റ്റ് ഹാഫിൽ അങ്ങനെ എടുത്ത് പറയാൻ മാത്രമായിട്ട് ഒരു വലിയ പെർഫോമൻസ് ഒന്നും തോന്നിയില്ല രണ്ട് സൈഡും. മേ ബി ആർസണൽ കുറച്ചുകൂടെ അറ്റാക്കിംഗ് സെൻസിൽ നമ്മള് അവരുടെ കുറച്ചുകൂടെ ബിൽഡപ്സ്, സാക്കയുടെ ഒരുപാട് മൂവ്മെന്റ്സ് കണ്ടു. എസെ കുറച്ചുകൂടെ ലൈവ്ലി ആയിരുന്നു. യോക്കോറസ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ഡിഫൻഡേഴ്സിനെ ഓക്യുപ്പൈ ചെയ്ത് നിർത്തുന്നുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ കുറച്ച് കളികളായിട്ട് ആക്ച്വലി ആർസണലിന്റെ ഒരു ഇതിലോട്ട് നമ്മൾ വരുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ് ഡിഫറൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ,
വിക്ടർ യോക്കറസ് ആണ് അവിടെ ഒരു ഡിഫറൻസ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് വിക്ടർ യോക്കറസ് എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കലി അങ്ങനെ ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രൈക്കർ അല്ല. എന്നാൽ എസ്തെറ്റിക്കലി പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഇസാക്ക് എക്കിറ്റിക്ക് ആ ഒരു കാറ്റഗറിയിൽ പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല. പക്ഷെ ഈസ് എ ലീതൽ ഗോൾ സ്കോറർ, ഈസ് എ വെരി ഫിസിക്കൽ ബീസ്റ്റ് കൈൻഡ് ഓഫ് ഒരു പ്ലെയർ ആണ്. കൃത്യ ടൈമിൽ എത്തേണ്ടടുത്ത് എത്തും. അതേപോലെ തന്നെ ഡിഫൻഡേഴ്സിനെ ഒക്യുപ്പൈ ചെയ്യാൻ പറ്റും. ഈ ഡിഫൻഡേഴ്സിനെ ഒക്യുപ്പൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ നമ്മുടെ രണ്ട് വിങ്ങും സ്പേസ് ക്രിയേറ്റ് ആവുകയാണ്. ഈ യോക്കറസും എസി എന്ന് പറഞ്ഞ സൈനിങ് എത്ര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് മാച്ചസ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഡിഫറൻസ് ഫ്രം ലാസ്റ്റ് സീസണും ഈ സീസൺ എന്ന് പറഞ്ഞാൽ ദ ഹോൾ ഗെയിം നമ്മൾ നോക്കുവാണെങ്കിൽ വി ആർ പ്ലേയിങ് ദ സെയിം. ആർസനൽ ഒരു സെയിം ഗെയിം സ്റ്റൈൽ തന്നെയാണ് കഴിഞ്ഞ സീസൺ ഈ സീസണായിട്ട് ചെയ്യുന്നത്. ഡിഫറൻസ് ഈസ് യോക്കറസും എസയും ആൻഡ് ഓൾസോ സുബിമെൻഡി ആസ് വെൽ. പക്ഷെ സുബിമെൻഡി ആസ് വെൽ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് അറ്റാക്കിംഗ് ഫേസിലോട്ട് വരുമ്പോൾ ആ ഒരു ഫൈനൽ ഫേസിൽ കുറച്ചുകൂടെ ഇമ്പാക്ട് ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ എസയും ഈ യോക്കറസിന്റെ ഒരു ദേ ആർ വെരി കംഫർട്ടബിൾ. അല്ലെങ്കിൽ ആ ഒരു ഡിഫൻഡേഴ്സിനെ പിൻ ഡൗൺ ചെയ്യാനും സാക്കിനെ ഫ്രീ ആക്കാനും അല്ലെങ്കിൽ ലെഫ്റ്റില് മാർട്ടിനെല്ലിയൊക്കെ ഫ്രീ ആക്കാനും 1-on-1 സിറ്റുവേഷൻസിലോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലേയേഴ്സ് ആണ് ഈ രണ്ട് എസെ ആൻഡ് യോക്കറസ് എന്ന് പറയുന്നത്. അപ്പം ആക്ച്വലി ഈ രണ്ട് സൈനിങ് അതുകൊണ്ട് തന്നെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് പറയേണ്ടി വരുന്നത്. ആൻഡ് മറ്റ് ഫസ്റ്റ് ഹാഫില് ഇതൊക്കെയുള്ളൂ എന്ന് തന്നെയാണ്. അതിലും അധികം വലിയ ഫേസ് ഒന്നും അതിനോട് ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ നമ്മൾ ആസ് എക്സ്പെക്ടഡ് സ്കോർ ലൈൻ വളരെ എക്സ്പെക്ടഡ് ആയിട്ട് തന്നെയായിരുന്നു. 0-0 അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 1-0 ഒരു 1-1 തോൽക്കില്ല എന്നൊരു ധൈര്യം ആർസണൽ ഫാൻസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. പക്ഷെ യു നെവർ നോ ബിക്കോസ് അവർക്ക് ക്വാളിറ്റി ഉണ്ട്. ഗ്രീസ്മാൻ പോലത്തെ പ്ലേയേഴ്സ് ഉണ്ട്. ആൽവരസ് പോലത്തെ പ്ലെയർ ഉണ്ട്. അത്ലറ്റിക്കോനെ സംബന്ധിച്ച് അവരുടെ ഏക അറ്റാക്കിംഗ് ഓപ്ഷൻ അല്ലെങ്കിൽ സംതിങ് ദേ ഡിഡ് ദാറ്റ് വാസ് വിത്ത് ആൽവരസിന്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ആൽവരസിന്റെ ഒരു ബ്യൂട്ടിഫുൾ കേളിംഗ് ഫിനിഷ് ഷോട്ട് ഉണ്ടായിരുന്നു. അത് നേരെ പോസ്റ്റിൽ തട്ടി. അത് ലക്കി, അതൊരു അതർ ലക്കി എന്ന് തന്നെ പറയാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ചിങ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേ എന്ന് പറയുന്നത് ശരിക്കും ആൽവറസിന്റെ ഒരു ഇൻഡിവിജ്വൽ എഫർട്ടിൽ നിന്ന് മാത്രമേ വന്നിട്ടുള്ളൂ. ടാക്ടിക്കലി ഫസ്റ്റ് ഹാഫ് കുറച്ച് ഈക്വൽ ആയിരുന്നെങ്കിലും സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കും ശരിക്കും ഔട്ട് ക്ലാസ് ചെയ്തു എന്ന് പറയേണ്ടി വരുന്നതിന്റെ റീസൺ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഡെഡ് ബ്ലോക്ക് ബ്രേക്ക് ചെയ്തു. ആസ് ഓൾവേസ് നമുക്ക് എല്ലാ മാച്ചിലും നമ്മൾ സെറ്റ് പീസ് എഫ് സി ഒലേ എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ കുറ്റം പറയേണ്ടവർക്ക് കുറ്റം പറയാം, നോട്ട് എ പ്രോബ്ലം. കാരണം സെറ്റ് പീസ് ഞാൻ അറിഞ്ഞിടത്തോളം അനുവദിക്കുക എപ്പോഴും ഫുട്ബോളിൽ ലീഗലാണ്, ത്രോയിൻസ് ലീഗലാണ്. അപ്പം ഇന്നലെ കുറച്ച് റിപ്പോർട്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ടായി ആർസണലാണ് പ്രീമിയർ ലീഗിന്റെ ക്വാളിറ്റി മോശമാക്കുന്നതൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല എന്താണ് അതിന്റെ ഒരു ജെയ്മി ഒഹാര അവിടെ സ്കൈ സ്പോർട്സിന്റെ സ്റ്റുഡിയോയിൽ നിന്ന് ഇങ്ങനെ പറയുന്നത് വളരെ ആധികാരികമായിട്ടാണ് പറയുന്നത്. ഇറ്റ് ഡസന്റ് മേക്ക് എനി സെൻസ്. യെസ്, നമുക്ക് മനസ്സിലാക്കാൻ ചില മാച്ചസിൽ ചില സമയത്ത് വളരെയധികം കഴിഞ്ഞ സീസണിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ സെറ്റ് പീസിന് വേണ്ടി കുറച്ച് ഇങ്ങനെ സെറ്റ് പീസ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ കോർണേഴ്സ് കിട്ടാൻ വേണ്ടി ചില ട്രൈ നടത്തുന്നതായിട്ട് എനിക്കും ഫീൽ ചെയ്യുന്നു. പക്ഷെ ഇത് സീസൺ ഇറ്റ്സ് നോട്ട്, അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യും, നമ്മുടെ ബിൽഡപ്പിലാണ് സെറ്റ് പീസ് അത് ഇറ്റ്സ് ജസ്റ്റ് പാർട്ട് ഓഫ് ദ ഗെയിം. അല്ല, സെറ്റ് പീസിന് വേണ്ടിയല്ല നമ്മളുടെ ടാക്ടിക്സ് വർക്ക് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ സീസണിൽ അതിനകത്ത് എൻ്റെ റീസൺ ഇഞ്ചറീസ് തന്നെയായിരുന്നു. ഈ സീസണിൽ നമ്മൾ സ്ക്വാഡ് ഡെപ്ത് സ്റ്റാക്ഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു സ്ക്വാഡ് ഡെപ്ത് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും വലിയ ഡിഫറൻസ് എന്നും പറയേണ്ടി വരും. ഒഡെഗാർഡ് ഇല്ല, ഹാവേർട്സ് ഇല്ല, ഹെസൂസ് ഇല്ല, മാഡ്വേക്ക് ഇല്ല എന്ന് ആലോചിക്കണം. 4 അറ്റാക്കേഴ്സ്, അറ്റാക്കിംഗ് മൈൻഡുള്ള പ്ലേയേഴ്സ് ഇല്ല നമുക്ക്. സ്റ്റിൽ വി ആർ കൺവിൻസിംഗ്ലി ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഡിയേഗോ സിമിയോണിയുടെ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 4 ഗോൾ അടിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. It's not a small thing. So credit has to go to Arteta. Arteta we can say anything when we lose. At the end of the season we will again judge him based on if we win anything or not, that's for sure. പക്ഷെ ഈ മാച്ച് സോൾലി ജഡ്ജ് ചെയ്യുവാണെങ്കിൽ
യു ഹാവ് ടു ഗിവ് ക്രെഡിറ്റ്സ് ടു അർട്ടറ്റ. അർട്ടറ്റയുടെ ഒരു മാസ്റ്റർ മൈൻഡ് പ്ലാൻ തന്നെയായിരുന്നു. സെറ്റ് പീസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻസ് എന്നുള്ള ഈ ഗെയിമിൽ സെറ്റ് പീസ് ആൾക്കാർ പറയുമ്പോൾ, കാരണം ഇതുപോലത്തെ ഗെയിംസിലാണ് സെറ്റ് പീസുകൾ നമുക്ക് വേണ്ടതും എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കോമ്പാക്ട് സ്ട്രക്ചർ ഉള്ള ടീമിനെതിരെ നമ്മൾ കളിക്കുമ്പോൾ സെറ്റ് പീസ് വെച്ച് തന്നെ അവർ ഓപ്പൺ അപ്പ് ചെയ്യണം. എന്ത് സംഭവിച്ചു? സെറ്റ് പീസ് വെച്ച് അവര് നമ്മൾ ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അവർ കംപ്ലീറ്റ്ലി പാനിക് മോഡിലോട്ട് കയറി. പിന്നെന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയണ്ട. 13 മിനിറ്റിൽ 4 ഗോളുകളാണ് നമ്മൾ സ്കോർ ചെയ്തത്. 13 മിനിറ്റിൽ 4 ഗോളുകൾ. ഫസ്റ്റ് ഗോൾ എടുത്തു പറയേണ്ടത് ഡെക്ലൻ റൈസ് ഡെലിവറീസ് മാൻ. യു ക്യാൻ ബെറ്റ്. നിങ്ങൾക്ക് ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ, UK ബെറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡെക്ലൻ റൈസ് അസിസ്റ്റ് മിക്കവാറും നമുക്ക് കൊടുക്കുക 100% വരുന്ന ഒരു 90% പ്രോബബിലിറ്റിയാണ്. അത്ര ഗംഭീരമുള്ള കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഡെലിവറീസ് ആണ് ഡെക്ലൻ റൈസ് ത്രൂ ഔട്ട്. എത്ര, അതായത് ഡെക്ലൻ റൈസ് വന്നിട്ട് ഇപ്പൊ ഇത് 3rd സീസൺ ആണ്. ആ ഫസ്റ്റ് സീസണിന്റെ ഒരു പകുതി തൊട്ടാണ് പുള്ളി ഡെഡ് ബോൾ സ്പെഷ്യലിസ്റ്റ് പോലെ ഇറക്കി തുടങ്ങിയത്. ഹിസ് ഡെലിവറീസ് ആർ ജസ്റ്റ് സൂപ്പർ. ഒന്നും പറയാനില്ല. എനിക്ക് കോർണേഴ്സ് ആണെങ്കിലും ഫ്രീ കിക്സ് ആണെങ്കിലും അൺബിലീവബിൾ. ആ ബോൾ ആ ബോൾ ക്വൈറ്റ് യു കനോട്ട് ഡിഫെൻഡ് ദോസ് കൈൻഡ് ഓഫ് ബോൾസ്. അങ്ങനത്തെ ബോൾ അങ്ങനെ ഡെലിവറി ചെയ്യുന്ന ഒരു ഡെഡ് സോണിലോട്ട് ഇടുന്ന ഇങ്ങനത്തെ ഇത് നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. The thing is that രണ്ട് കാര്യം. ഒന്ന്, ബോള് കറക്റ്റ് ആയിട്ട് ഡെലിവറി ചെയ്യുന്നത്. രണ്ട്, ആ ബോളിന്റെ ടൈമിങ് നോക്കി കറക്റ്റ് ആയിട്ട് അവിടെ വന്ന് ഫിനിഷ് ചെയ്യാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതും കൺസിസ്റ്റന്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ലീഡർ എന്നൊക്കെ വേണം പറയാൻ പറ്റുന്ന ഒരു ഫിഗറാണ്, ഒരു സ്റ്റൗട്ട് ഫിഗറാണ്. നമ്മുടെ ഡിഫൻസിന്റെ മെയിൻ പില്ലർ എന്ന് തന്നെ വേണം ഞാൻ പറയും. നമുക്കറിയാം വില്യം സലീബ ഈസ് ദ ടാലന്റഡ് ഡിഫൻഡർ. പക്ഷെ ഹൂസ് ദ ബെസ്റ്റ് ഡിഫൻഡർ എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ഗബ്രിയേൽ മാഗലസ് ആണ് നമ്മുടെ ബെസ്റ്റ് ഡിഫൻഡർ എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റും. ഗോൾ സ്കോറിങ്, അസിസ്റ്റ്, ഇന്നലെ ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു മാഗലസിന്റെ. ഡിഫൻസ് ആണെങ്കിലും പാഷൻ ആണെങ്കിലും ഒരു ലീഡർഷിപ്പ് ആണെങ്കിലും ഈ റെപ്രസെന്റ്സ് ആർസനൽ നമുക്കൊരു ഉള്ളിന്റെ ഉള്ളിലൊരു ഫീൽ വരും. സോ ഒന്നും പറയാനില്ല. ഗബ്രിയേൽ മാഗലസിന്റെ ഒരു വണ്ടർഫുൾ ഹെഡർ ഗോൾ. ദെൻ സെക്കൻഡ് ഗോൾ മൈൽസ് ലൂയിസ് സ്കെലി. 18 വയസ്സാണ്. 18 വയസ്സുള്ള മൈൽസ് ലൂയിസ് സ്കെലിയുടെ ആ ഒരു റണ്ണ് നിങ്ങൾ കാണണം. ആ റണ്ണ് ഒരു പ്രാവശ്യം ഒന്നുമല്ല, 1-2 പ്രാവശ്യം അങ്ങനെ റാൻഡമായിട്ട് ചെയ്യുന്നതാണല്ല. കൺസിസ്റ്റന്റ് ആയിട്ട് പുള്ളി കളിക്കുന്ന എല്ലാ മാച്ചിലും അതിന്റെ ഒരു സിമിലർ പാറ്റേൺ ഓഫ് റൺസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. അതും എല്ലാവർക്കും അറിയാം മൈൽസ് ലൂയിസ് എങ്ങനെയായിരിക്കും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. ബട്ട് നോ ബഡി ക്യാൻ ഡിഫെൻഡ് ഇറ്റ്. അഗൈൻ പറയേണ്ട ഒരു കാര്യം, 18 വയസ്സാണ്. 18 വയസ്സിലാണ് ഈ ഗാലഗർ പോലത്തെ പ്ലേയേഴ്സിനെയൊക്കെ നല്ല ഷോ ചെയ്ത് കളയുന്നത്. ഇങ്ങനെ ഷോ ഓഫ് ചെയ്ത് കളഞ്ഞത്. എന്നിട്ട് ഫൈനൽ ബോൾ ആ അസിസ്റ്റ് പ്രോപ്പർ അസിസ്റ്റ് ആണ്. അതിനകത്ത് ഒരു ഇച്ചിരി പവർ കൂടുകയോ കുറയോ ചെയ്ത് കഴിഞ്ഞാൽ മാർട്ടിനെല്ലി അവിടെ ഒരു എക്സ്ട്രാ ടച്ച് എടുക്കേണ്ടി വരും. അതിന്റെ ആവശ്യമേ ഒന്നുമില്ലാതെ അത്ര പെർഫെക്റ്റ് ബോളായിരുന്നു മൈൽസ് ലൂയിസ് സ്കെലിയുടെ. അൺബിലീവബിൾ. 18 വയസ്സിലാണ് ചാമ്പ്യൻസ് ലീഗിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ഇതൊക്കെ ചെയ്യുന്നത്. ക്രേസി. ആൻഡ് മാർട്ടിനെല്ലി, വാട്ട് എ ഫിനിഷ് മാൻ. മാർട്ടിനെല്ലീസ് ഒരു കൈൻഡ് ഓഫ് എ റിഡംഷൻ സീസൺ എന്ന് വേണം പറയാം. അഗൈൻ ഐ സേ നമുക്കത് മാർട്ടിനെല്ലിയുടെ കാര്യത്തിൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ് മാർട്ടിനെല്ലിക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്കിലേ മാർട്ടിനെല്ലിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. ആൻഡ് ദാറ്റ്സ് ഡൗൺ ടു യോക്കറസ് ആസ് വെൽ. യോക്കറസ് ഇസ് വൺ ഓഫ് ദ മേജർ ഫാക്ടർ. ഈ വിങ്സിൽ സ്പേസ് കിട്ടുന്നതിന്റെ ഫസ്റ്റ് ഫിനിഷ് ഓൺറി-എസ്ക് ഫിനിഷ്. ഒരു രക്ഷയില്ലാത്തൊരു ഗോളായിരുന്നു സെക്കൻഡ് ഗോൾ. ആൻഡ് ദെൻ അടുത്ത ഒട്ടനെ തന്നെ നെക്സ്റ്റ് ഒരു ബ്യൂട്ടിഫുൾ പ്ലേ ഫ്രം സുഗിമെന്റിയുടെ ഒരു ബ്യൂട്ടിഫുൾ ബോൾ ടു മാർട്ടിനെല്ലി സ്പേസിലോട്ട് ഓടിക്കയറുന്നു. ആൻഡ് ദെൻ ക്രോസ് ചെയ്യുന്നു. അത് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നതാണെന്ന് തോന്നുന്നു. ബട്ട് ദെൻ അത് യോക്കറസിന്റെ കാലിൽ വന്നു. യോക്കറസ് അത് അടിച്ചു കയറ്റുന്നത്. and that sight of relief was very much good to see. And then അതാണ് that's always രണ്ട് ഗോള് യോക്കറസ് അടിച്ചു. ബട്ട് ആ ഗോളുകൾ ഈ പറയുന്ന ഭയങ്കര എസ്തറ്റിക് ഗോളുകളൊന്നുമല്ല. ഇറ്റ്സ് ജസ്റ്റ് വെരി എന്താ പറയാ, ഒരു ഗോൾ, ഇറ്റ്സ് എ പോച്ചർ ഗോൾ എന്നൊക്കെ പറയാം നമുക്ക്.
ആ പെനാൽറ്റി ബോക്സിൽ നമ്മൾ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു അത് തന്നെയാണ് യോക്കറസ് നമുക്ക് തന്നത്. അതിനകത്ത് അതിന് കൂടുതലൊന്നും നമുക്ക് വേണ്ട. ആക്ച്വലി വി നീഡ് ഹിം ടു ബി ഇൻ ദാറ്റ് പൊസിഷൻ. യോക്കറസ് വാസ് ഡിസർവ്ലി ദ മാൻ ഓഫ് ദ മാച്ച് എന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഈവൻ ദോ വി ഹാഡ് മാർട്ടിനെല്ലിയുടെ നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. ലൂയിസ് കെലി വാസ് ആ ഒരു അസിസ്റ്റ് അല്ലായിരുന്നെങ്കിൽ ലൂയിസ് കെലി വാസ് ഓക്കെ. പക്ഷെ അനദർ പ്ലെയർ എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ മാർട്ടിൻ സുബിമെൻഡി ആയിരുന്നു. സുബിമെൻഡിയുടെ കളി ഞാൻ ശരിക്കും ഞെട്ടി. ഇന്നലത്തെ കളി കണ്ടിട്ട് ഞാൻ വണ്ടടിച്ചു പോയി. കാരണം അത്ര ഞാൻ വിചാരിച്ചു സുബിമെൻഡി കുറച്ചുകൂടെ ഒരു കൺട്രോൾഡ് പ്ലെയർ ആണ് കുറച്ചുകൂടെ. പക്ഷെ ഹീസ് വെരി അഗ്രസീവ്, ഭയങ്കര അഗ്രസീവ് ആണെന്ന് ഇന്നലത്തെ മാച്ചിൽ മനസ്സിലായി. കാരണം അവൻ ദ വൺ തിങ് ഇസ് ദാറ്റ് ഹീസ് ഫ്രം സ്പെയിൻ. അത്ലറ്റിക്കോ മാഡ്രിഡായിട്ട് കൗണ്ട്ലെസ് ടൈം കളിച്ചിട്ടുള്ളതുകൊണ്ട് ഉള്ള എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും മേ ബി ആ ഗെയിം സ്റ്റൈലിനനുസരിച്ച് സുബിമെൻഡി സ്വിച്ച് ആയി. വെരി അഗ്രസീവ്, യെല്ലോ കാർഡ് കിട്ടി. ബട്ട് സ്റ്റിൽ ഒരു രക്ഷയില്ലാത്ത ഗെയിമായിരുന്നു അല്ല സുബിമെൻഡിയുടെ. നമ്മൾ ഇന്നലത്തെ ആ ഒരു മാച്ച് സ്പെസിഫിക്കലി എടുത്ത് പറയാൻ നമ്മൾ പറയും ബുസ്കറ്റ്സിന്റെ മാച്ച് നമ്മൾ കാണുമ്പോൾ പറയും നമുക്ക് ആ മാച്ച് കളി കാണുമ്പോൾ ബുസ്കറ്റ്സിനെ കാണാൻ പറ്റില്ല. പക്ഷെ ബുസ്കറ്റ്സിനെ മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളെ കളി മൊത്തം കണ്ടു എന്നാണ് ഒരു സെയിം. അതുപോലെ ഇന്നലത്തെ നമ്മൾ മാച്ച് ഓവറോൾ ആയിട്ട് നോക്കി കഴിഞ്ഞാൽ സുബിമെൻഡിയുടെ പേര് നമുക്ക് എടുത്ത് പറയാൻ മാത്രമുള്ള ഇതിലൊന്നുമില്ല. പക്ഷെ സുബിമെൻഡിനെ ജസ്റ്റ് വാച്ച് ചെയ്യുവാണെങ്കിൽ നമുക്ക് മൊത്തത്തിലുള്ള കളിയുടെ ടെമ്പോ എന്താണെന്നുള്ളത് നമുക്ക് എക്സാക്ട്ലി മനസ്സിലാവും. സോ യെസ്, സുബിമെൻഡി വാസ് അനദർ പ്ലെയർ ദാറ്റ് ഇംപ്രസ്ഡ് മീ എ ലോട്ട്. പിന്നെ ഡിഫൻസീവ് യൂണിറ്റ്സിന്റെ കാര്യമൊന്നും പറയുന്നില്ല. ആൻഡ് സാക്ക വാസ് ഫസ്റ്റ് ഹാഫ് സാക്ക ആസ് ഒരു നല്ല കുറച്ച് മൊമെന്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് കുറച്ചുകൂടെ ബെറ്റർ ഫിനിഷിങ്, സാക്ക കുറച്ചുകൂടെ ബെറ്റർ ഫിനിഷ് ചെയ്തിരുന്നെങ്കിൽ മേ ബി ഫസ്റ്റ് ഹാഫിൽ തന്നെ കുറച്ച് 1-2 ഗോൾ എടുക്കാവുന്ന ചാൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. And so yeah, it was a comfortable victory at the end of the game. Second half completely dominated, and then we were just on the പിന്നെ നമ്മൾ വാനിയേരിനെ ഇറക്കുന്നു, മെറീനോ ഇറക്കുന്നു, just closed out the game. Perfect game management, ഒന്നും പറയാനില്ല. ചാമ്പ്യൻസ് ലീഗിൽ one of the best results in the Emirates era എന്ന് തന്നെ പറയേണ്ടി വരും. So it was beautiful. അപ്പം അങ്ങനെ 3 കളിയിൽ നിന്നും 9 points ആയി, 8 goals scored, 0 conceded, 0 goals conceded in Champions League in these 3 games. 3 games അല്ലേ എൻ്റെ ഓർമ്മ 3 games ആണ്. The only other team to do is Inter Milan. So it's unbelievable. ഈ വർഷത്തെ നമ്മുടെ ഡിഫൻസീവ് റെക്കോർഡ് എന്തായിരിക്കും എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷെ പലരും പല ടീംസിന്റെ റെക്കോർഡ്, ഡിഫൻസീവ് റെക്കോർഡുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ I don't think we can do that. പക്ഷെ to compare it to that level is pretty much it's such a huge thing. Overall സീസൺ നോക്കുവാണെങ്കിൽ we played 12 games. 12 ഗെയിമിൽ 9 ജയമാണെന്ന് തോന്നുന്നു അല്ലെ, 9 ജയം, 9 ജയം 10 ജയം അങ്ങാണ്ടാണ്. നമ്മള് ഒരു ഡ്രോ, ഒരു തോൽവി ലിവർപൂൾ ആൻഡ് സിറ്റി. 3 ഗോള് നമ്മൾ കൺസീഡ് ചെയ്തു. അതിൽ ഒരെണ്ണം മാത്രമായിരുന്നു ഓപ്പൺ പ്ലേ. സോ ഒന്നും പറയാനില്ല. എനിക്ക് ഇത് കൂടുതലായിട്ട് ഒന്നും തന്നെ ഈ ഒരു മാച്ചിനെ കുറിച്ച് പറയാനില്ല. അപ്പം വി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് മാച്ച്. ക്രിസ്റ്റൽ പാലസ് സൺഡേ ആണ്. വിൽ സി എന്തായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനി കാണാം. അപ്പം നേരത്തെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. നമ്മൾ 2000 സബ്സ്ക്രൈബേഴ്സിനോട് അടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഓരോ സബ്സ്ക്രൈബേഴ്സിനും വലിയ വിലയാണ്. ആൻഡ് യെസ്, പിന്നെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ മാച്ച് തോട്ട്സ് എന്താണെന്നുള്ളത് കമന്റ്സിൽ പറയുക. എന്ത് തന്നെയായാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും തീർച്ചയായിട്ടും കമന്റ്സിൽ ഇടുക. അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങളുടെ ഫുട്ബോൾ ഫാൻസിന് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് that's all. So we'll see you on the next video. Have a good night.